മലയാള ചലച്ചിത്ര ലോകത്തിന് സ്വപ്ന സമാനമായ ദൃശ്യഭാഷകളിലൂടെ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ഭരതൻ വിട പറഞ്ഞിട്ട് 12 വർഷം. മനുഷ്യജീവിതത്തിന്റെ അതിസൂക്ഷ്മവും സങ്കീർണവുമായ അവസ്ഥകളെയും മാനസിക ഭാവങ്ങളെയും സവിശേഷ ചാരുതയോടെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഭരതന്റെ ഓരോ ചിത്രവും. ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിൽ കലാസംവിധായകനായിട്ടായിരുന്നു ഭരതന്റെ സിനിമാ ലോകത്തിലേക്കുള്ള ചുവടുവയ്പ്. 1975 പ്രയാണത്തിലൂടെ സംവിധായകനായ അദ്ദേഹം മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 50ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തിരക്കഥയ്ക്കൊപ്പം അതിലെ സീനുകൾ ക്യാൻവാസിൽ വരച്ചെടുത്ത് പൂർണ്ണതയുടെ അവസാന സ്പർശവും ഉറപ്പാക്കിയ പ്രതിഭയായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് സമീപം എങ്കങ്കാട്ട് തറവാട്ടിൽ 1947 നവംബർ 14 ജനിച്ച ഭരതൻ 1998 ജൂലൈ 30 ലോകത്തോട് വിട പറഞ്ഞു. വിട പറഞ്ഞ് 12 വർഷം പിന്നിടുമ്പോഴും ഭരതൻ എന്ന സംവിധായകൻ തന്റെ പേരിനോട് ചേർത്ത് വച്ച് പരാമർശിക്കപ്പെടുന്ന ഒട്ടേറെ ചിത്രങ്ങളിലൂടെ വർത്തമാനകാലത്തിലും നിറഞ്ഞു നിൽക്കുന്നു. തകര, രതിനിർവേദം, ഓർമ്മയ്ക്കായി, ഈണം, കാറ്റത്തേക്കിളിക്കൂട്, താഴ്വാരം, ഗുരുവായൂർ കേശവൻ, ചാമരം, പറങ്കിമല, സന്ധ്യമയങ്ങും നേരം, എന്റെ ഉപാസന, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്കുവെട്ടം, വൈശാലി, അമരം, മാളൂട്ടി, വെങ്കലം, ചമയം, പാതേയം, ചുരം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. മലയാള സിനിമയുടെ ശക്തിയും സൗന്ദര്യവും എടുത്തുകാട്ടുന്നവയാണ് ഓരോ ഭരതൻ ചിത്രങ്ങളും.